തട്ടുകടയിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം പാവങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന ചേർത്തല സ്വദേശിയായ സുരേഷും കുടുംബവും നാടിന് മാതൃകയാവുന്നു. ഓണത്തിന് 250-ലേറെ പേർക്ക് 5 കിലോ അരി വീതം നൽകിയ സുരേഷ് ക്രിസ്മസിന് നൽകിയത് 500-ലേറെ കേക്കുകൾ. തട്ടുകട നടത്തിക്കിട്ടിയ ഒരു വിഹിതം ആഘോഷ ദിനങ്ങളിൽ പാവങ്ങൾക്ക് മാറ്റിവെച്ച് ചേർത്തല നഗരസഭ 18-ാം വാർഡിൽ വെളിയിൽ വീട്ടിൽ സുരേഷും കുടുംബവും. ദേശീയപാതയിൽ ചേർത്തല എക്സ്റേ ജംഗ്ഷന് തെക്കുവശം സുബി ടീ സ്റ്റോൾ ഉടമയായ സുരേഷ് കഴിഞ്ഞ 7 വർഷമായി ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷ ദിനങ്ങളിൽ തൻ്റെ തട്ടുകടയിലെ ലാഭം, അതിൻ്റെ വരുമാനം, അതിൻ്റെ ഒരു ഭാഗമാണ് പാവങ്ങൾക്കായി മാറ്റിവെക്കുന്നത്. ഈ ക്രിസ്മസിന് 500 കേക്കുകളാണ് കടയിലെത്തിയ പാവങ്ങൾക്ക് നൽകിയത്. ശിശുക്ഷേമ സമിതി ജില്ലാ ട്രഷറർ KP പ്രതാപൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സുരേഷിൻ്റെ കട നടത്തി ഉണ്ടാകുന്ന ലാഭം, ഒരു തട്ടുകടയാണിത്. ആ ലാഭത്തിലെ ഒരു പങ്ക് തൻ്റെ സമൂഹത്തിലെ ജനവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ചും പാവപ്പെട്ട നിർധനരായിട്ടുള്ള ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു കൈത്താങ്ങായി ആ ലാഭത്തിൽ നിന്നൊരു തുക ചെലവഴിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, എത്രയോ ധനവാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വലിയ കച്ചവടക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മനോഭാവം സുരേഷ് പ്രകടിപ്പിക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇങ്ങനെ കൊടുക്കുന്നത്, ഇത് ഒരു വലിയ എന്താ പറയേണ്ട, മറ്റുള്ളവരൊരു പാഠമാക്കേണ്ട ഒരു കാര്യമാണ്. മുനിസിപ്പൽ കൗൺസിലർമാരായ KP പ്രതാപൻ, സീമ ഷിബു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പാവങ്ങൾക്കായി മാറ്റിവെക്കുന്ന ശീലം ഏറെ നാളായി തുടരുകയാണെന്ന് സുരേഷ് പറഞ്ഞു. ഇപ്പോൾ 7 കൊല്ലമായിട്ട് ഞാൻ കണ്ടിന്യൂയായിട്ട് തുടർന്നിരിക്കുന്നതാണ്. പിന്നെ ഓണത്തിന് അരിയും പച്ചക്കറിയും കൊടുക്കുന്നുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയത്ത് പിള്ളേർക്ക് വിദ്യാഭ്യാസത്തിന് സഹായം ചെയ്യുന്നുണ്ട്. കിടപ്പ് രോഗികൾക്ക് മരുന്ന്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാലാകാലങ്ങളായിട്ട്. ഇതെല്ലാം ഇതിൽ നിന്നുള്ള ഈ കച്ചവടത്തിൽ നിന്നുള്ള ലാഭവിഹിതം മാത്രമാണ്. അല്ലാതെ മറ്റുള്ള ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കുകയോ മറ്റുള്ള ഫണ്ട് സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇത് കാലാകാലങ്ങളിൽ ഇനിയും തുടർന്നു പോകണമെന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് ഇനിയുള്ളത്. അതിന് എല്ലാ ആൾക്കാരുടെ സഹായവും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും വേണം. കാരണം ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. കാരണം ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് വളർന്നിട്ടാണ് ഇങ്ങനെ ആയി വന്നത്. കാരണം അന്നൊക്കെ ഒരു കേക്ക് വേണമെങ്കിൽ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണ് കേക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ആ ഒരു സാഹചര്യം, വളർന്ന സാഹചര്യമാണ് എന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് അതിനുള്ള പ്രചോദനം നൽകിയത്. കിടപ്പിൽ ചാരിറ്റാവും ഞങ്ങൾ സാന്ത്വനത്തിലേക്കും എല്ലാ മുനിസിപ്പാലിറ്റിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാത്തവർക്ക് മരുന്ന് വാങ്ങിക്കണം. ടി പെൻഷനിൽ ജീവൻ ദാന മെഡിക്കൽ സ്റ്റോറായിട്ട് ടൈപ്പായിട്ട് അവിടെ പോയി മരുന്ന് മേടിക്കുന്നുണ്ട്. അതിൻ്റെ പൈസയൊക്കെ ഞാൻ തന്നെ കൊടുക്കും. കഴിഞ്ഞ ഓണത്തിന് 253 പേർക്ക് 5 കിലോ അരി വീതം വിതരണം ചെയ്തു. ഇതുമാത്രമല്ല, സുരേഷിൻ്റെ സാമൂഹ്യ സേവനങ്ങൾ, സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ് ഉൾപ്പെടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. ഈ അധ്യയന വർഷം ആരംഭത്തിൽ 200-ൽ പരം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങി നൽകും. ഇതിനായി ഒരു മെഡിക്കൽ സ്റ്റോറുകാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രോഗി അവിടെ ചീട്ട് കാണിച്ചാൽ മരുന്ന് നൽകും. പിന്നീട് സുരേഷ് ബില്ലടയ്ക്കും. കിടപ്പ് രോഗികൾക്ക് ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു വരുന്നു. ഭാര്യ ബിന്ദു, മകൾ സുബി എന്നിവരും പിന്തുണയുമായി ഒപ്പമുണ്ട്. വിൻമീഡിയ, ചേർത്തല.